പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ പേരാണ് ഫയർ ഫൈറ്റിംഗ് റോബോട്ട്. ഇപ്പോൾ എന്താ പറയുക, കുറേ സ്ഥലത്തുകൾ തീപിടുത്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നതിനെ കൊണ്ട് കുറേ ബിൽഡിങ്ങിൽ തീപിടുത്തവും കാര്യം നടക്കുന്നത് ഫയർഫോഴ്സ് എത്തിക്കൊള്ളണമെന്നില്ല, പെട്ടെന്ന് എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ ഫയർ ഫൈറ്റിംഗ് റോബോട്ട് ഉണ്ടെങ്കിൽ കുറേ യൂസ്ഫുള്ളായ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ തീയാണെങ്കിൽ അപ്പം തന്നെ തീ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഇതിലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ തന്നെ കുറച്ച് തീ അണയ്ക്കുകയും ചെയ്യും. പിന്നെ നമ്മളെ ഫോണിൽ കോളും മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും ഒരു അപകടം സംഭവിച്ചിരിക്കുന്ന അപകടം ഉണ്ടെങ്കിൽ. നമ്മുടെ ഫോണിലേക്ക് കോളും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം അറിയപ്പെടാൻ പറ്റും ഇങ്ങനെ തീ പിടിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് വന്ന ഫോണിലേക്കുള്ള ആൾക്ക് നേരെ ബിൽഡിങ്ങിലേക്ക് പോയാൽ ഫയർഫോഴ്സിനെ എത്തിക്കുകയും ചെയ്യുക. കുറേ അപകടങ്ങൾ അങ്ങനെ കുറഞ്ഞു കിട്ടും. കുറേ സ്ഥലത്ത് അപകടങ്ങൾ കൂടി വരാമല്ലോ, തീപിടുത്തം ഉണ്ടായിട്ട് കുറേ ബിൽഡിങ്ങിലും വീട്ടിലും കാര്യങ്ങളൊക്കെ തീപിടുത്തം ഉണ്ടായിട്ട് കുറേ അപകടങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇതൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ആർഡിനോ, റിലേ മൊഡ്യൂൾ, സിം മൊഡ്യൂൾ, ടൈം സെൻസർ, സർവോ മോട്ടർ, ഗിയർ മോട്ടർ, പിന്നെ മോട്ടോർ പമ്പ്, ബാറ്ററി. ഇത് ഫ്ലെയിം സെൻസർ പറഞ്ഞാൽ ഈ തീ പിടിച്ചാൽ അറിയാൻ കഴിയുന്ന സെൻസറാണ്. പിന്നെ സിം മൊഡ്യൂൾ പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരാൻ ആർഡിനോ നമുക്ക് പ്രോഗ്രാമൊക്കെ ചെയ്ത് സെറ്റാക്കാൻ. ഗിയർ മോട്ടർ പറഞ്ഞാൽ നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ ആക്കാൻ. പിന്നെ മോട്ടർ തീ പിടിച്ചാൽ അവിടെ നിന്ന് വെള്ളം ഇതാവാൻ. ഇപ്പോൾ റിലേ മൊഡ്യൂൾ ഇതിന് കണക്ട് ചെയ്തിട്ട് ഇത് അറിയാൻ ഇതൊക്കെ റെഡി ആവാൻ അറിയുന്ന സാധനമാണ്. പിന്നെ ഇത് നമുക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും പറ്റും. അങ്ങനെയുള്ളൊരു സിസ്റ്റം ഇത് നമ്മൾ കൊണ്ടുവരുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മളെ ഈ ഫ്ലെയിം സെൻസർ ഉണ്ടായതുകൊണ്ട് നമ്മൾ തീ കത്തുന്ന സ്ഥലത്ത് ചൂടറിയാൻ പറ്റും. അപ്പോൾ നേരെ ഈ ഫ്ലെയിം സെൻസറിലേക്ക് അറിയും. ഫ്ലെയിം സെൻസർ നേരെ ഓഡിനോ ബോർഡിലേക്ക് കൊടുത്താൽ ഒരു മെസ്സേജ് കൊടുക്കും ഓഡിനോ ബോർഡിൽ. അപ്പോൾ നമുക്ക് നേരെ ഓഡിനോ ബോർഡ് നേരെ വാട്ടർ പമ്പിലേക്കും കൊടുക്കും. അപ്പോൾ നേരെ വാട്ടർ പമ്പിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അത് നേരെ തീ ഉള്ള സ്ഥലത്ത് തീ കുറച്ച് അണക്കും. പിന്നെ അടക്കണത് വെച്ചാൽ നമ്മളെ ഫോണിലേക്ക് കോളും മെസ്സേജും വരും. അതിനാണ് ഈ സിം മൊഡ്യൂളുള്ളത്. അപ്പോൾ കോളും മെസ്സേജും വരികയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കോൾ വന്നാൽ ഇന്ന സ്ഥലത്ത് തീ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിപ്പെടുകയും ചെയ്യാം, തീ കുറേയൊക്കെ അണക്കുകയും ചെയ്യാം. അതിനാണ് ഈ സിം മൊഡ്യൂൾ വെച്ചത്. ഇതിന് മെയിൻ പ്രോബ്ലമാണ് ആർഡിനോ. ഈ ഫ്ലെയിം സെൻസറും ഈ മോട്ടറും ഈ സിം മൊഡ്യൂളൊക്കെ ഈ ആർഡിനോയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്ത് സെറ്റാക്കും. ആ പ്രോഗ്രാം അനുസരിച്ചിട്ടാണ് ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇവിടെ മനുഷ്യനെത്തിപ്പെടാൻ വയ്യാത്ത കുറേ സാഹചര്യത്തിൽ നമ്മൾ ഈ എന്താ പറയുക ഫയർ ഫൈറ്റിംഗ് റോബോട്ട് യൂസ്ഫുള്ളാവും. അപ്പോൾ കുറേ സ്ഥലത്ത് ഇപ്പോൾ പെട്ടെന്നൊന്ന് ഫയർഫോഴ്സിനെ വിളിച്ചാൽ പെട്ടെന്ന് എത്തിക്കൊള്ളുന്നില്ല. എന്തായാലും ഒരു 5-10 മിനിറ്റ് കഴിയുമല്ലോ. അപ്പോൾ നമ്മൾ ഇതുണ്ടെങ്കിൽ കുറച്ച് ഇത് അണയ്ക്കുകയും ചെയ്യുക. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമുണ്ടാകും. അപ്പോൾ കുറച്ച് തീയൊക്കെ അണയ്ക്കുകയും ചെയ്യും. പിന്നെ മനുഷ്യരെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറേ തീ അണയ്ക്കുമല്ലോ. ഫയർഫോഴ്സ് വരുമ്പോൾ ഇതിന് പകുതി പണി ഒഴിവാക്കി കൊടുക്കാം ഫയർഫോഴ്സിന്. അപ്പോൾ സമൂഹത്തിന് യൂസ്ഫുള്ളായ ഒരു പ്രൊജക്റ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു.